ഇന്ന് നമുക്ക് കൊഞ്ചായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, നാരങ്ങനീരൊക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പം കൊഞ്ചിനെ എല്ലാം നമ്മളൊന്ന് ഷാലോ ഫ്രൈ ആക്കി മാറ്റി വെച്ചു. എന്നിട്ട് ആ സെയിം എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കടുകും ഉലുവയിട്ടൊന്ന് പൊട്ടി വന്നപ്പോൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ചധികം ചുവന്നുള്ളി കൂടി ഒന്ന് ഇട്ടിട്ട് ഇതെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കുറച്ച് പെപ്പർ പൗഡറും ഒക്കെ ചേർത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഗ്രേവി ആകാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് തിളച്ച വെള്ളം അതിലൊഴിച്ച് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ അടപ്പൊക്കെ മാറ്റിയപ്പോഴേക്കും നല്ല ഗ്രേവി കിട്ടിയിട്ടുണ്ട്. ആ ഗ്രേവിയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കൊഞ്ചിനെ ഇട്ട് കൊടുക്കുന്നു. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ഗരം മസാലയൊക്കെ കറിവേപ്പിലയൊക്കെ കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് വേവിക്കുന്നുണ്ട്. അതിനുശേഷം അടപ്പ് മാറ്റിയിട്ട് ആ തീയിൽ ഓപ്പണായിട്ട് 2-3 വട്ടം ഇളക്കി അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴേക്കും നല്ലൊരു റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.